നമസ്കാരം, അക്ഷയ കേരളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റേഷൻ കാർഡ് എന്ന് കേൾക്കുമ്പോൾ മിക്ക ആളുകളുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് സബ്സിഡി അരിയും ഭക്ഷ്യധാന്യങ്ങളുമാണ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ റേഷൻ കാർഡ് അതിനേക്കാൾ വളരെ പ്രധാനമുള്ള ഒരു രേഖയാണ്. കേരളത്തിൽ നിരവധി സർക്കാർ ക്ഷേമ പദ്ധതികളിൽ അർഹത നിർണ്ണയിക്കുന്ന അടിസ്ഥാന രേഖകളിൽ ഒന്നാണ് റേഷൻ കാർഡ്. അതുകൊണ്ട് തന്നെ പലരും അറിയാതെ നഷ്ടപ്പെടുത്തുന്ന നിരവധി ആനുകൂല്യങ്ങൾ ഇന്നും നിലവിലുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായി പരിശോധിക്കുന്നത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഈ മൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന വിവിധ സഹായങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് അർഹത, എങ്ങനെ അപേക്ഷിക്കാം, എന്തെല്ലാം രേഖകൾ വേണം, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പലരും ചെയ്യുന്ന വലിയ തെറ്റുകൾ എന്തൊക്കെയാണ്, ഇവയെല്ലാം വിശദമായി മനസ്സിലാക്കാം. അതുകൊണ്ട് വീഡിയോ ഒരു ഭാഗവും ഒഴിവാക്കാതെ അവസാനം വരെ കാണുക. കാരണം അവസാന ഓരോ കാര്യങ്ങളും പറയുന്ന വിവരങ്ങൾ പലർക്കും വലിയ സാമ്പത്തിക സഹായം ലഭിക്കാൻ ഉപകരിച്ചേക്കാം. സുഹൃത്തുക്കളെ, പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. റേഷൻ കാർഡ് എന്നത് ഭക്ഷ്യധാന്യം വാങ്ങാനുള്ള രേഖ മാത്രമാണെന്ന് പലരും ഇപ്പോഴും കരുതുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നിരവധി ക്ഷേമ പദ്ധതികളിൽ അപേക്ഷ സ്വീകരിക്കുമ്പോൾ ആദ്യം പരിഗണിക്കുന്ന രേഖകളിൽ ഒന്നാണ് റേഷൻ കാർഡ്. കാരണം അതിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ വിവരങ്ങൾ, വിലാസം, കുടുംബഘടന, സാമ്പത്തിക വിഭാഗം അതുപോലെ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ പല ക്ഷേമ പദ്ധതികളിലും അപേക്ഷകരുടെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ റേഷൻ കാർഡും അനുബന്ധ രേഖകളും തമ്മിൽ ഒത്തുനോക്കാറുണ്ട്. അതുകൊണ്ട് റേഷൻ കാർഡിലെ വിവരങ്ങൾ എല്ലായ്പ്പോഴും കൃത്യമായിരിക്കണം. ഇനി മറ്റൊരു പ്രധാന കാര്യം, പല കുടുംബങ്ങളിലും വിവാഹം നടക്കാറുണ്ട്. ചിലർ പുതിയ വീട്ടിലേക്ക് താമസം മാറാറുണ്ട്. ചിലപ്പോൾ കുടുംബത്തിലെ ഒരാൾ മരണപ്പെടാറുണ്ട്. ചില കുട്ടികൾ വിവാഹശേഷം മറ്റൊരു കുടുംബത്തിലേക്ക് മാറാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ റേഷൻ കാർഡിലെ വിവരങ്ങൾ വർഷങ്ങളോളം പുതുക്കാതെ തുടരുന്നവർ ഒരുപാട് പേരുണ്ട്, ധാരാളമുണ്ട്. പക്ഷേ ഇത് പിന്നീട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സമയത്ത് തടസ്സമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കുടുംബാംഗങ്ങളിൽ മാറ്റമുണ്ടായാലോ, വിലാസം മാറിയാലോ, പുതിയ അംഗങ്ങളെ ചേർക്കേണ്ട സാഹചര്യമുണ്ടായാലോ ഉടൻ ബന്ധപ്പെട്ട ഓഫീസിൽ അപേക്ഷ നൽകി വിവരങ്ങൾ പുതുക്കുന്നത് വളരെ പ്രധാനമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ ചില പദ്ധതികളിൽ രേഖ പരിശോധന സമയത്ത് അപേക്ഷ വൈകുകയോ തിരികെ വരികയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം, കേരളത്തിലെ ഓരോ പഞ്ചായത്തിനും, ഓരോ മുനിസിപ്പാലിറ്റിക്കും, ഓരോ കോർപ്പറേഷനും പ്രാദേശിക ആവശ്യങ്ങൾ അനുസരിച്ച് വർഷം തോറും വിവിധ പദ്ധതികൾ നടപ്പിലാക്കാറുണ്ട്. എല്ലാ പദ്ധതികളും എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഒരു പഞ്ചായത്തിൽ ലഭിക്കുന്ന സഹായം മറ്റൊരു പഞ്ചായത്തിൽ അതേ വർഷം ലഭിക്കണമെന്നുമില്ല. കാരണം ഓരോ തദ്ദേശ സ്ഥാപനവും അവരുടെ വാർഷിക പദ്ധതി അനുസരിച്ചാണ് ഫണ്ട് വിനിയോഗിക്കുന്നത്. അതിനാൽ അവിടെയുണ്ട് ഇവിടെ ഇല്ല എന്ന് പറയുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രദേശത്തെ ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ പലരും കേൾക്കുന്ന ഒരു വാക്കാണ് ഗ്രാമസഭ. എന്നാൽ അതിൻ്റെ പ്രാധാന്യം പലർക്കും അറിയില്ല. ഗ്രാമസഭ എന്നത് സാധാരണ ഒരു യോഗം മാത്രമല്ല. അവിടെയാണ് പ്രദേശത്തിൻ്റെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. റോഡ്, കുടിവെള്ളം, ഭവന സഹായം, ക്ഷേമ പദ്ധതികൾ, മുതിർന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾ, ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ, സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ, കൃഷി വികസനം, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും വിവിധ പദ്ധതികളുടെ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുമ്പോൾ പ്രാദേശിക വിവരങ്ങളും ഗ്രാമസഭയിലെ നിർദ്ദേശങ്ങൾക്കും പ്രാധാന്യം ലഭിക്കാറുണ്ട്. അതുകൊണ്ട് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത് ഒരു ഔപചാരിക കാര്യമല്ല, സ്വന്തം പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാനുള്ള അവസരമാണ്. അതുകൊണ്ട് ഗ്രാമസഭയുടെ തീയതി അറിയുമ്പോൾ സാധിക്കുന്നവർ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു പ്രധാന കാര്യം, പലർക്കും ഏതെങ്കിലും സർക്കാർ പദ്ധതി വരുമ്പോൾ അത് അവസാന തീയതി കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? പലരും വാർഡ് മെമ്പറുമായോ തദ്ദേശ സ്ഥാപന ഓഫീസറുമായോ ബന്ധപ്പെടാറില്ല. യഥാർത്ഥത്തിൽ പല പദ്ധതികളുടെയും അപേക്ഷ വിവരങ്ങൾ ആദ്യം എത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ്. അവിടെ നിന്നാണ് ജനങ്ങളിലേക്ക് വിവരം എത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വാർഡിൽ പുതിയ പദ്ധതി വന്നിട്ടുണ്ടോ, അപേക്ഷ സ്വീകരിക്കുന്നുണ്ടോ, ഏതൊക്കെ വിഭാഗക്കാർക്കാണ് അർഹത ലഭിക്കുന്നത് എന്നിവ ഇടയ്ക്കിടെ അന്വേഷിക്കുന്നത് നല്ല ശീലമാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് വരാം.
കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സംവിധാനങ്ങൾ പല പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ സേവനങ്ങൾ കൃത്യമായി ഉപയോഗിക്കുകയും പൊതു ശുചിത്വ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും ചെയ്യുന്നതിന് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ സേവനവുമായി ബന്ധപ്പെട്ട പ്രാദേശിക ചട്ടങ്ങളും ഫീസുകളും ഉണ്ടായിരിക്കും. അതിനാൽ നിങ്ങളുടെ പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് പ്രധാനമാണ്. ശുചിത്വ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നത് വ്യക്തിഗത നേട്ടത്തിനല്ല, സമൂഹത്തിന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഏത് സർക്കാർ പദ്ധതിക്ക് അപേക്ഷിക്കുമ്പോഴും അവസാന നിമിഷം വരെ രേഖകൾ തേടി ഓടേണ്ട സാഹചര്യം പലർക്കും ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കാൻ ചില അടിസ്ഥാന രേഖകൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, മൊബൈൽ നമ്പർ, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ, വരുമാന സർട്ടിഫിക്കറ്റ്, ആവശ്യമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് പദ്ധതിയുടെ വ്യവസ്ഥ അനുസരിച്ച് വരുന്നതായിരിക്കും. ഭിന്നശേഷി വിഭാഗ സർട്ടിഫിക്കറ്റ് അതും ബാധകമാണെങ്കിൽ ആവശ്യം വരും. വയസ്സ് തെളിയിക്കുന്ന രേഖ ഓരോ പദ്ധതിക്കും ആവശ്യമായ രേഖകൾ വ്യത്യാസപ്പെടാം. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് ഏറ്റവും പുതിയ പട്ടിക ഉറപ്പാക്കണം. ആദ്യം മുതിർന്ന പൗരന്മാരെ കുറിച്ച് സംസാരിക്കാം. കേരളത്തിൽ പ്രായമായവരുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതികളിൽ മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വിഹിതം മാറ്റിവെക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ, വീട്ടിൽ കിടപ്പിലായ രോഗികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കുന്ന ഉപകരണങ്ങൾ, ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ പദ്ധതി അടിസ്ഥാനത്തിൽ നൽകാറുണ്ട്. എന്നാൽ എല്ലാ അപേക്ഷകൾക്കും സ്വമേധയാ ലഭിക്കുന്ന ആനുകൂല്യമല്ല ഇത്. അർഹത, മെഡിക്കൽ രേഖകൾ, പ്രാദേശിക പദ്ധതി ഫണ്ടിന്റെ ലഭ്യത എന്നിവയെ പരിഗണിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ്. അതിനാൽ കുടുംബത്തിൽ ഇത്തരം സാഹചര്യമുള്ളവർ വാർഡ് മെമ്പറെയോ പഞ്ചായത്ത് ഓഫീസിനെയോ സമീപിച്ച് നിലവിലുള്ള പദ്ധതികൾ അന്വേഷിക്കണം. കിടപ്പ് രോഗികൾ, അതായത് ഈ കിടപ്പ് രോഗികളെ കുറിച്ച് കേരളത്തിലെ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പല തദ്ദേശ സ്ഥാപനങ്ങളിലും ആരോഗ്യ വിഭാഗവുമായി സഹകരിച്ച് വീടുകളിൽ ചികിത്സ പിന്തുണ ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ മെഡിക്കൽ ഉപകരണങ്ങൾ, പരിചരണ സഹായങ്ങൾ, ആരോഗ്യ പ്രവർത്തനങ്ങളുടെ സന്ദർശനം തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കാം. എന്നാൽ ഇവയുടെ ലഭ്യത ഓരോ പ്രദേശത്തും വ്യത്യാസപ്പെടും. അതുകൊണ്ട് ബന്ധപ്പെട്ട കുടുംബാരോഗ്യ കേന്ദ്രം, പഞ്ചായത്ത് ഓഫീസ് അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗം വഴി വിവരങ്ങൾ ശേഖരിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ഇനി വിദ്യാർത്ഥികളെ കുറിച്ച് സംബന്ധിച്ച കാര്യങ്ങൾ, ഓരോ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വിവിധ സർക്കാർ സഹായ പദ്ധതികൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും ഇവയെക്കുറിച്ച് അറിയാത്തതിനാൽ അപേക്ഷിക്കാതെ പോകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കായി വിവിധ വകുപ്പുകൾ വഴി ലഭിക്കുന്ന ചില സഹായങ്ങൾ പറഞ്ഞുതരാം. പഠന ഉപകരണങ്ങൾ, സ്കോളർഷിപ്പുകൾ, മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള ധനസഹായങ്ങൾ, പ്രത്യേക വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ പിന്തുണ, ചില സാഹചര്യങ്ങളിൽ ഡിജിറ്റൽ പഠനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, പഠന മുറി, അതായത് ഇവയിൽ പലതും വിദ്യാഭ്യാസ വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, സാമൂഹ്യ നീതി വകുപ്പ് തുടങ്ങിയ വിവിധ വകുപ്പുകൾ വഴിയായിരിക്കും നടപ്പിലാക്കുന്നത്. ചില തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായ അധിക വിദ്യാഭ്യാസ സഹായങ്ങളും പ്രഖ്യാപിക്കാറുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും പല വിദ്യാർത്ഥികൾക്കും ശാന്തമായി പഠിക്കാൻ പ്രത്യേക മുറിയില്ലാത്ത സാഹചര്യമുണ്ട്. അത്തരം കുടുംബങ്ങളെ സഹായിക്കുന്നതിനായി ചില വർഷങ്ങളായി പഠനമുറി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് എല്ലാ സ്ഥലങ്ങളിലും വർഷം തോറും ഉണ്ടാവണം എന്നില്ല. അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് ബന്ധപ്പെട്ട ഓഫീസറിൽ അന്വേഷിച്ച ശേഷമേ പ്രതീക്ഷകൾ രൂപപ്പെടുത്താവൂ. അതുപോലെ സ്ത്രീകൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ശൃംഖലകളിൽ ഒന്നായ കുടുംബശ്രീയെക്കുറിച്ച് നമുക്ക് നോക്കാം. സ്വയം തൊഴിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് പരിശീലനം, സംരംഭകത്വ മാർഗനിർദ്ദേശം, വായ്പാ സൗകര്യങ്ങൾ, വിവിധ സർക്കാർ പദ്ധതികളുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ നിരവധി സേവനങ്ങൾ കുടുംബശ്രീ വഴിയാണ് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ഭക്ഷ്യ ഉൽപാദന നിർമ്മാണം, അതുപോലെ തയ്യൽ യൂണിറ്റ്, കാറ്ററിംഗ്, കൃഷി, ചെറുകിട വ്യവസായങ്ങൾ, ഓൺലൈൻ സംരംഭങ്ങൾ, സേവന മേഖലകൾ, ഇങ്ങനെ വിവിധ മേഖലകളിൽ പരിശീലനവും പിന്തുണയും ലഭിക്കാറുണ്ട്. അതുപോലെ ചില സംരംഭകത്വ പദ്ധതികളിൽ സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം സബ്സിഡിയോ പലിശ ഇളവുകളോ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ എല്ലാ വായ്പകളിലും പലിശരഹിതമാണോ അല്ല, എല്ലാ അപേക്ഷകൾക്കും സബ്സിഡി ഉറപ്പാണോ എന്ന് കരുതരുത്. ഓരോ പദ്ധതിക്കും പ്രത്യേകം വ്യവസ്ഥകളും അർഹത മാനദണ്ഡങ്ങളും ഉണ്ടാവും. അതുകൊണ്ട്
കുടുംബശ്രീ CDS ഓഫീസിൽ നിന്ന് നിലവിലുള്ള പദ്ധതികളുടെ വിവരങ്ങൾ നേരിട്ട് അന്വേഷിക്കുന്നതാണ് ഏറ്റവും വിശ്വസനീയമായ മാർഗം. പല യുവാക്കൾക്കും ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വിവിധ നൈപുണ്യ വികസന പരിശീലനങ്ങൾ, തൊഴിൽമേളകൾ, സ്വയം തൊഴിൽ പദ്ധതികൾ തുടങ്ങിയവ ഇടയ്ക്കിടെ സംഘടിപ്പിക്കാറുണ്ട്. കമ്പ്യൂട്ടർ പരിശീലനം, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂട്ടി ആൻഡ് വെൽനസ്, അതുപോലെ ഇലക്ട്രീഷ്യൻ, പ്ലംബിംഗ്, ഫുഡ് പ്രോസസ്സിംഗ്, ഡിജിറ്റൽ സേവനങ്ങൾ, ടൂറിസം, ഇങ്ങനെ വിവിധ മേഖലകളിൽ പരിശീലന അവസരങ്ങൾ ലഭ്യമായേക്കാം. ഇവയുടെ വിവരങ്ങൾ പഞ്ചായത്ത്, കുടുംബശ്രീ, തൊഴിൽ വകുപ്പ് എന്നിവയുടെ ഔദ്യോഗിക അറിയിപ്പുകളിൽ ശ്രദ്ധിക്കുക. ഇനി ഭവന പദ്ധതികൾ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന വിഷയത്തിലേക്ക് വരാം. വീട്. പല കുടുംബങ്ങളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായി സുരക്ഷിതമായ ഒരു വീട് എന്നുള്ളത്. കേരളത്തിൽ വിവിധ ഘട്ടങ്ങളായി ഭവന പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അർഹരായ കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം, വീട് പൂർത്തിയാക്കൽ, അറ്റകുറ്റപ്പണി തുടങ്ങിയ സഹായങ്ങൾ ചില പദ്ധതികളിലൂടെ ലഭ്യമായേക്കാം. എന്നാൽ എല്ലാ അപേക്ഷകർക്കും തിരഞ്ഞെടുക്കപ്പെടണമെന്നില്ല. കാരണം അർഹത പരിശോധന, ഭൂമിയുടെ രേഖകൾ, സാമ്പത്തിക സ്ഥിതി, പദ്ധതി മാർഗനിർദ്ദേശങ്ങൾ, അതുപോലെ വയസ്സിന്റെ മുൻഗണന, ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് അന്തിമ പട്ടിക തയ്യാറാക്കുന്നത്. ഇനി ശുചിമുറി നിർമ്മാണം. വീട്ടിൽ ശുചിമുറിയില്ലാത്ത ഒരുപാട് കുടുംബങ്ങൾക്ക് വിവിധ കാലഘട്ടങ്ങളിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത്തരം പദ്ധതികൾ നിലവിൽ നിങ്ങളുടെ പ്രദേശത്ത് ലഭ്യമാണോ എന്നറിയാൻ തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെടണം. അതുപോലെ ഭവന പദ്ധതികളിൽ അപേക്ഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്ന രേഖകളുടെ അപാകത മൂലമാണ്. ഭൂമിയുടെ രേഖകൾ, നികുതി രസീത്, കൈവശാവകാശ രേഖ, റേഷൻ കാർഡ്, ആധാർ, ബാങ്ക് വിവരങ്ങൾ ഇവ കൃത്യമായി തയ്യാറാക്കി വെക്കണം. ചെറിയ പിഴവുകൾ പോലും അപേക്ഷ വൈകാൻ കാരണമായേക്കാം. ഇനി കേരളത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വിവിധ സർക്കാർ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് വർഷം തോറും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ചെറിയൊരു സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ കൃഷി പ്രോത്സാഹന പദ്ധതികളുടെ ഭാഗമായി ചില സഹായങ്ങൾ ലഭ്യമാവാം. ഉദാഹരണത്തിന് പച്ചക്കറി കൃഷി വികസന പദ്ധതികൾ, അടുക്കളത്തോട്ടം പ്രോത്സാഹന, അതുപോലെ ജൈവ കൃഷി പരിശീലനം, കാർഷിക ഉപകരണങ്ങൾക്ക് സബ്സിഡി, അതുപോലെ വിത്ത്, തൈ, ജൈവവളം തുടങ്ങിയ ഇൻപുട്ടുകളുടെ വിതരണം, അതുപോലെ കാർഷിക പരിശീലന പരിപാടികൾ. എന്നാൽ എല്ലാ പദ്ധതികളും എല്ലാ പഞ്ചായത്തിലും ഒരേ സമയം ലഭ്യമാക്കണമെന്നില്ല. അതുപോലെ തന്നെ മൃഗപരിപാലന മേഖല, ഉദാഹരണത്തിന് ആട്, പശു, കോഴി തുടങ്ങിയ മൃഗങ്ങളെ വളർത്തുന്ന കുടുംബങ്ങൾക്കും വിവിധ സഹായ പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട്. ചില വർഷങ്ങളിൽ സബ്സിഡി അടിസ്ഥാനമാക്കിയിട്ടുള്ള മൃഗവിതരണം, തീറ്റ സഹായം, കോഴിക്കൂട് നിർമ്മാണത്തിനുള്ളത്, അതുപോലെ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പുകൾ, മൃഗചികിത്സാ സേവനങ്ങൾ തുടങ്ങിയവ ലഭ്യമായേക്കാം. ഇവയുടെ വിവരങ്ങളും മൃഗസംരക്ഷണ വകുപ്പിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ അന്വേഷിക്കാം. ഇനി മത്സ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. തീരദേശ മേഖലകളിലെ താമസിക്കുന്ന കുടുംബങ്ങൾക്കായി മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിവിധ ക്ഷേമ പദ്ധതികൾ സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകളിൽ വഴി നടപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ കുഞ്ഞുങ്ങൾ നൽകുന്ന സഹായങ്ങളും ചില പദ്ധതികൾ ഉപകരണ സഹായം, സുരക്ഷാ ഉപകരണങ്ങൾ, പരിശീലനം, ജീവിതോപാധി വികസനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കും. ഇവയ്ക്ക് അർഹതയും അപേക്ഷകളും നടപടികളും ബന്ധപ്പെട്ട വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും. ഇനി സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഭിന്നശേഷിക്കാരെ കുറിച്ച് നോക്കാം. സാമൂഹ്യ നീതി വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ ഏജൻസികൾ എന്നിവയുടെ സഹകരണത്തോടെ വിവിധ സഹായങ്ങൾ ലഭ്യമാക്കാറുണ്ട്. ഉദാഹരണത്തിന് സഹായ ഉപകരണങ്ങൾ, വിദ്യാഭ്യാസ പിന്തുണ, തൊഴിൽ പരിശീലനം, സ്വയം തൊഴിൽ സഹായ പദ്ധതികൾ. ചില വിഭാഗങ്ങൾക്ക് പ്രത്യേക ധനസഹായങ്ങൾ, പുനരധിവാസവുമായുള്ള ബന്ധപ്പെട്ട സേവനങ്ങൾ. എന്നാൽ ഓരോ പദ്ധതിക്കും നിശ്ചിത അർഹത മാനദണ്ഡങ്ങളും ഉണ്ടായിരിക്കും. ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും രേഖകളും കൃത്യമായി സമർപ്പിക്കേണ്ടതാണ്. പല പഞ്ചായത്തുകളും നഗരസഭകളിലും ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പുകൾ, ജീവിതശൈലി രോഗ പരിശോധന, പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പുകൾ, അതുപോലെ കണ്ണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, കണ്ണില് സൗജന്യ ശസ്ത്രക്രിയ, അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികളും വരുന്നുണ്ട്. അതെല്ലാം വാർഡ് തലത്തിൽ അന്വേഷിക്കേണ്ടതും കാര്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന തെറ്റുകളെ കുറിച്ച് പറയാം. പല അപേക്ഷകളും തള്ളിപ്പോകുന്ന പ്രധാന കാരണം രേഖകളിലെ അപാകതകളോ തെറ്റായ വിവരങ്ങളോ ആണ്. സാധാരണ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. അപേക്ഷാ ഫോം പൂർണ്ണമായി പൂരിപ്പിക്കുക. പേരും വിലാസവും രേഖകളിലെ ഒരേ രീതിയിലുള്ളതാണെന്ന് ഉറപ്പാക്കുക. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമാണെന്ന് പരിശോധിക്കുക. മൊബൈൽ നമ്പർ സജീവമാണെന്ന് ഉറപ്പാക്കുക. ആവശ്യമായ എല്ലാ അനുബന്ധ രേഖകളും
ചേർക്കുക. അവസാന തീയതിക്ക് മുൻപ് അപേക്ഷ സമർപ്പിക്കണം. അതുപോലെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. റേഷൻ കാർഡ് ഉള്ളവർക്ക് 50,000, എല്ലാവർക്കും സൗജന്യ വീട്, ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സർക്കാർ പണം ലഭിക്കും. ഇത്തരം സന്ദേശങ്ങൾ കണ്ടാൽ ആദ്യം പരിശോധിക്കേണ്ടത് അത് ഔദ്യോഗിക അറിയിപ്പാണോ എന്നതാണ്. സർക്കാർ പദ്ധതികൾ സാധാരണയായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഔദ്യോഗിക അറിയിപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ്. പരിശോധിക്കാതെ വ്യക്തിഗത വിവരങ്ങളോ ബാങ്ക് വിവരങ്ങളോ ആരുമായും പങ്കുവയ്ക്കരുത്. പുതിയ പദ്ധതികൾ വരുമ്പോൾ ആദ്യം അറിയാൻ സഹായിക്കുന്ന പ്രധാന മാർഗങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ വാർഡ് മെമ്പറും തദ്ദേശ സ്ഥാപന ഓഫീസും ഇടയ്ക്കിടെ വിവരങ്ങൾ അന്വേഷിക്കുന്നത് പലപ്പോഴും അപേക്ഷ നഷ്ടപ്പെടാതെ സമർപ്പിക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് അപേക്ഷ സ്വീകരിക്കുന്ന കാലയളവ് കുറവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. രേഖകൾ എപ്പോഴും പുതുക്കി വെക്കണം. പ്രധാനമായും റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, അതുപോലെ മൊബൈൽ നമ്പറുടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യേണ്ടതാണ്. കുടുംബ വിവരങ്ങൾ ഇവയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ ആവശ്യമായ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക. സുഹൃത്തുക്കളെ, ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. റേഷൻ കാർഡ് ഉള്ളത് കൊണ്ട് മാത്രം എല്ലാ സർക്കാർ പദ്ധതികൾക്കും സ്വമേധയാ അർഹത ലഭിക്കണമെന്നില്ല. ഓരോ പദ്ധതിക്കും അതിൻ്റെതായ അർഹതാ മാനദണ്ഡങ്ങൾ, വരുമാന പരിധി, സാമൂഹിക വിഭാഗം, രേഖകൾ, പരിശോധനാ നടപടികൾ എന്നിവ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒരേ പദ്ധതികൾ ഒരേ സമയത്ത് നടപ്പാക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രദേശത്തെ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസറുമായി നേരിട്ട് ബന്ധപ്പെടുക. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും സമാനമായ സർക്കാർ പദ്ധതികൾ, റേഷൻ കാർഡ്, പെൻഷൻ, ക്ഷേമ പദ്ധതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വസനീയമായ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.